ആഗോള അയ്യപ്പ സംഗമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സർക്കാരിനോട് ചോദ്യങ്ങളുണ്ടെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ പങ്ക് എന്താണെന്നും ദേവസ്വം ബോർഡിനെ സഹായിക്കുകയാണോ സർക്കാർ ചെയ്യുന്നതെന്നും ദേവസ്വം ബെഞ്ച് ചോദിച്ചു. സംഭാവനയായി സ്വീകരിക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കുമെന്നും കോടതി ചോദിച്ചു. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുകയാണ്. ഷബ്ന, ഈ ആഗോള അയ്യപ്പ സംഗമം വലിയ തരത്തിൽ വിവാദമായിരിക്കുകയാണ്. പ്രതിപക്ഷമൊക്കെ ഈ തരത്തിൽ സഹകരിക്കില്ല എന്ന തരത്തിലൊക്കെ ആ നിലയിൽ നിൽക്കുമ്പോൾ കോടതിക്ക് ചിലത് ചോദിക്കാനുണ്ട്. രജീഷ്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ രാഷ്ട്രീയമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജികൾ ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തിയത്. ഈ ഹർജികൾ പരിഗണിക്കുന്ന വേളയിലാണ് ദേവസ്വം ബെഞ്ച് ഇപ്പോൾ ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സർക്കാരിന്റെ പങ്കെന്ത് എന്ന ചോദ്യമാണ് പ്രധാനമായും കോടതി ഉന്നയിക്കുന്നത്. ദേവസ്വം ബോർഡിനെ സഹായിക്കുകയാണോ, സംഭാവനയായി സ്വീകരിക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കും, സംഭാവന തുക എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. ശബരി റെയിൽപാതയ്ക്കും അതോടൊപ്പം തന്നെ ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടിയും ഈ പണം ചിലവഴിക്കുമോ, അയ്യപ്പന്റെ പേരിലുള്ള കോർപ്പറേറ്റ് സംഭാവനകൾ എങ്ങോട്ട് പോകും, എന്തിനാണ് ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ട് തുറന്നത്, തുക എങ്ങനെ ചിലവഴിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയണം, തുക എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് എന്നും സർക്കാരിനോട് കോടതി ചോദിച്ചു. അതോടൊപ്പം തന്നെ കോടതി ചോദിക്കുന്നത് ആരാണ് ഇതിലെ ക്ഷണിതാക്കളുടെ മാനദണ്ഡം എന്താണ്, മാനദണ്ഡങ്ങളിൽ സർക്കാരിന്റെ വ്യക്തത കോടതി തേടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടിയായി സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നവരാണ് പങ്കെടുക്കുന്നത്. പമ്പയിലെയും സന്നിധാനത്തെയും വികസന പദ്ധതികൾ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡോ സർക്കാരോ പണം ചെലവാക്കില്ല എന്നാണ് സർക്കാർ ഉറപ്പ് നൽകുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാൻ 2050 ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമില്ല എന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശരി ഷബ്ന.